നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യം പലയിടത്തുനിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹം സംസ്ഥാനം വിട്ടുവെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അവരോട് അന്വേഷിച്ചപ്പോഴൊക്കെ രാഹുൽ ഇപ്പോൾ കേരളത്തിൽ ഇല്ല, അദ്ദേഹം കേരളത്തിന് വെളിയിലാണ് എന്നാണ് പല നേതാക്കളും നമ്മളോട് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ. കാരണം കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിന് അവിടെ സുരക്ഷിതമായി കഴിയാൻ പറ്റും. അതുകൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരുമ്പോൾ മാത്രമേ, വിധി വന്നതിന് ശേഷം മാത്രമേ രാഹുൽ മാങ്കൂട്ടം കേരളത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം അതുകൊണ്ട് കർണാടകയിൽ വളരെ സുരക്ഷിതനായി ഇരിക്കുമെന്നാണ് പല നേതാക്കളും ഇപ്പോൾ സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധിയെ അനുസരിച്ചിരിക്കും ഇനി മുന്നോട്ടുള്ള പോക്ക്. ഈ കേസിൽ ഒരുപക്ഷെ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. കാരണം ഈ കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് മറ്റ് അതിജീവിതയുമായി ബന്ധപ്പെട്ട, അതിജീവിയുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഒത്തുവരുമ്പോൾ അത് നിയമപ്രകാരം ആ കേസ് അത്രയ്ക്ക് നിലനിൽപ്പുണ്ടാകുമോ എന്നൊക്കെ ചില നിയമകേന്ദ്രങ്ങൾ ഉൾക്കൊണ്ടപ്പെടുന്നുണ്ട്, അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും അതിലേക്കും നമ്മൾ കടക്കുന്നില്ല. പക്ഷേ ഏതായാലും രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ ഇല്ല എന്നുള്ള കാര്യം ഏറെക്കുറെ തീർച്ചയാണ്. അദ്ദേഹം കർണാടകയിലേക്ക് പോയി എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും രഹസ്യമായി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കാരണം അവിടെ കോൺഗ്രസ് ഭരണമായതുകൊണ്ട് അദ്ദേഹത്തിന് സുരക്ഷിതത്വം ഉണ്ടാകും. മാത്രമല്ല ഷാഫി പറമ്പിൽ എം പിക്ക് ബാംഗ്ലൂരും കർണാടകയിലും ഒക്കെ നല്ല ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷാഫിയുടെ ഏറ്റവും അടുത്ത ആളായ രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹം ഏതായാലും സംരക്ഷിക്കാതിരിക്കില്ലല്ലോ എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും ഒരു തമാശയോടെയും കളിയാക്കലോടെയും ഒക്കെ നമ്മളോട് പറഞ്ഞത്. കാരണം ഷാഫി അയാളെ സംരക്ഷിക്കാതിരിക്കില്ലല്ലോ. ഷാഫി വിചാരിച്ചാൽ കർണാടകയിലോ ആന്ധ്രയിലോ എവിടെയൊക്കെയാണ് ഒരു ഒളിത്താളം ഒരുക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പല കോൺഗ്രസ് നേതാക്കളും പരിഹാസ രൂപേണ ഞാൻ എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് പരിഹാസ രൂപേണ നമ്മളോട് പറഞ്ഞത്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ പലരും പറയുന്നത് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് കൃത്യമായൊരു ഷെൽട്ടർ എവിടെയൊക്കെയോ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് കർണാടകയിലായിരിക്കും. കർണാടകയിൽ കോൺഗ്രസ് ഭരണമുള്ളത് കൊണ്ട് പോലീസിൻ്റെ മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്ര പെട്ടെന്ന് അദ്ദേഹത്തെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായി വരികയാണെങ്കിൽ മാത്രം അദ്ദേഹം പുറത്തു വരും. അതല്ല എങ്കിൽ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതിയിൽ തള്ളിക്കളഞ്ഞാൽ മാത്രമേ പിന്നീട് അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവൂ എന്നൊക്കെയാണ് നേരത്തെ കോൺഗ്രസിൽ നമുക്കറിയാൻ കഴിയുന്നത്. നേരത്തെ എം വിൻസെൻറ്റിനെ പോലുള്ള ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതാണ്. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എം വിൻസെൻ്റ് MLA, കോവളം MLA അറസ്റ്റ് ചെയ്ത് നെയ്യാറ്റിങ്കൽ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു 2 ആഴ്ചയോളം. അത് കോൺഗ്രസിനും UDF വലിയൊരു തലവേദന ഉണ്ടാക്കിയെങ്കിലും എം വിൻസെൻറ്റിന് അവിടെ നല്ല സ്വാധീനമുള്ളതുകൊണ്ടും ആ പരാതി കള്ളപ്പരാതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ടും വിൻസെൻ്റ് വീണ്ടും ജയിച്ചു കയറി എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയില്ല. ഇതൊരു കള്ളപ്പരാതിയൊന്നുമല്ല എന്ന് ഏറെക്കുറെ കോൺഗ്രസ്സുകാർക്കും CPM-കാർക്കും പോലീസുകാർക്കും എല്ലാം അറിയാം. കാരണം ഇത് യഥാർത്ഥത്തിൽ നടന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധപ്പെടുന്ന ഭാര്യ അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിബന്ധത്തിൻ്റെ വിഷയമാണെങ്കിൽ തന്നെയും അതിലൊരു ക്രൈം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നിർബന്ധിത ഗർഭചിത്രം എന്നുള്ളത് അതിന് സ്വാധീനം ചെലുത്തുന്ന, അല്ലെങ്കിൽ നിർബന്ധിത ഗർഭചിത്രത്തിന് പെൺകുട്ടിയെ അതിജീവിതയെ നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ശബ്ദം നമ്മൾ പുറത്ത് വോയിസ് ക്ലിപ്പിലൂടെ കേട്ടതാണ്. അതുകൊണ്ട് അതിനൊക്കെ ഒരു തെളിവുണ്ട്. അതുകൊണ്ട് തെളിവുള്ളത് കൊണ്ട് ഇതൊന്നും അങ്ങനെ തള്ളിപ്പോയില്ല. അല്ലെങ്കിൽ ഹൈക്കോടതി അങ്ങനെ മുൻകൂർ ജാമ്യം അനുവദിക്കില്ല. അഥവാ ഇനി അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും രാഹുലിനെ ചോദ്യം ചെയ്തോളൂ, പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് കോടതി പറയുമെന്നൊക്കെയാണ് ഒരു ഭാഗം നിയമജ്ഞർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇതിനെക്കുറിച്ച് കോടതിയുടെ കയ്യിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ഉറപ്പ് പറയുക, കോടതി തന്നെയാണ് ഇതിൻ്റെ അന്തിമ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഹൈക്കോടതി തള്ളിയാലും സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകരൊക്കെ നമ്മളോട്, അല്ലെങ്കിൽ രാഹുലുമായി അടുത്ത് ബന്ധപ്പെട്ടവർ നമ്മളോട് പറയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കേരളത്തിലില്ല. അദ്ദേഹം കേരളത്തിന് വെളിയിൽ പോലീസിൻ്റെ വലയിലേക്ക് ചാടാതിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഈ വിധി വന്നതിന് ശേഷം, ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് ശേഷം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കേരളത്തിലെത്തുകയുള്ളൂ, അല്ലെങ്കിൽ അടുത്ത നടപടി അദ്ദേഹം തീരുമാനിക്കുകയുള്ളൂ.